കപട മതേതരത്വം ഒരു വലിയ പ്രശ്നമായതുകൊണ്ടാണോ LGBTQ+ സമുദായത്തെക്കുറിച്ച് താങ്കൾ നടത്തിയ വിവാദമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഇവർക്ക് കൗൺസിലിംഗ് ആണ് വേണ്ടതെന്നാണ്. ഇതിൽ 2 തരം ആളുകളുണ്ട് കേട്ടോ. ഇത് വിശദീകരിക്കുമ്പോൾ കുറേ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ പറയുന്നിടത്ത് എന്താണ് പൂർണ്ണമായിട്ട് ലിംഗപ്രശ്നമുണ്ടായി ജനിക്കുന്ന ആളുകളുണ്ട്. മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റി അവരാണ്. അവർക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ട് അവർ രക്ഷപ്പെട്ട് വരിക എന്നല്ലാതെ വേറെ സൊല്യൂഷനൊന്നുമില്ല. അത് മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ LGBTQ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമീകരിക്കാൻ പറ്റില്ല. അതെൻ്റെ വാദം. ഞങ്ങളുടെ നിലപാടാണ്. എല്ലാവരെയും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സെക്സിനകത്ത് ലെസ്ബിയൻസ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ശാരീരിക ഇച്ഛയാണ്. ശാരീരിക ഇച്ഛയാണെങ്കിൽ ഹോമോസെക്ഷലിനെയും ലെസ്ബിയനെയും എങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല? കാരണം എന്താണ്? അത് മനോരോഗമാണ്. മനോരോഗത്തെ ട്രീറ്റ് ചെയ്യണം. അതാണ് താങ്കളുടെ നിലപാട്? എൻ്റെ നിലപാട് സംശയമില്ലാത്ത കാര്യമാണ്. ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമാണ്. ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമാണെന്നല്ല. ഹോമോസെക്ഷുവാലിറ്റിയും എനിക്ക് സെക്സിൽ വൈകൃതമുണ്ടെന്ന് കരുതിയിട്ട് ശാരീരിക അത് വൈകൃതമല്ല. വൈകൃതമല്ല, ശരീരത്തിലുണ്ടായ തെറ്റായ തെറ്റായെന്ന് പറഞ്ഞുകൂടാ, ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി. ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റിയാണ് അവരെന്ന് ഞാൻ പറഞ്ഞു. അവരെ ആ പറയുന്ന സമൂഹത്തെ അവരുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ശാരീരിക ഇച്ഛ നടപ്പിലാക്കാനുള്ളതല്ല മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യനൊക്കെ ശാരീരിക ഇച്ഛ നടത്താനും കൂടി ഉള്ളതാണ് മനുഷ്യൻ. അല്ല, അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാം, ഈ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് 51ാമത്തെ വെട്ടുന്ന ഷാഫി അതിന് കൊടുത്തൊരു കാര്യമുണ്ട്. രക്തം കാണുമ്പോൾ ഷാഫിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയാണ്. ചീറ്റിത്തെറിക്കുന്ന രക്തം കാണുമ്പോൾ അവൻ്റെ സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അവൻ്റെ മാനസിക പ്രശ്നവും ശാരീരിക പ്രശ്നവും പരിഹരിക്കാൻ നിങ്ങൾ സമൂഹത്തിൽ സമ്മതിക്കോ? സെക്സ് അതുപോലൊരു പ്രശ്നമാണെന്ന് എന്നാൽ ഞാൻ വേറെ പറയട്ടെ, പീഡോഫീലിയ സെക്സ് അല്ലേ? പീഡോഫീലിയയും ഗേയും തമ്മിൽ സമീകരിക്കരുത്. ഞാൻ പറഞ്ഞത് സമീകരിക്കലല്ല. ഞാൻ പറഞ്ഞത് ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് അനാർക്കി ഉണ്ടാവുന്നതാണ്. ഒരാൾക്ക് വേറൊരാളുടെ പുറത്ത് കൈവയ്ക്കാൻ അവകാശമില്ല. 2 പേർക്കും തമ്മിൽ ഉഭയകക്ഷ സമ്മതി പ്രകാരമുള്ള ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥം ആവട്ടെ അല്ലെങ്കിൽ ലെസ്ബിയൻ ആവട്ടെ ഞാൻ അംഗീകരിക്കുന്നില്ല. ആ സെക്സ് രീതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത്രേ ഉള്ളൂ. എനിക്കതിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രമല്ല, അത് പറയാൻ എനിക്ക് മടിയില്ല. എനിക്കതിനകത്തൊരു കാപട്യമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്കും കാപട്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു. ശരി, നമുക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരാം. ഈ പറഞ്ഞതൊക്കെ രാഷ്ട്രീയമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്.